അപ്പം ഏതൊരു സംഗതിക്കും അത് പറഞ്ഞാൽ അതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, അതൊരു മുബ്തദിഇൽ നിന്നുണ്ടാവുന്നതാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഫസ്അലു അഹ്ല ദിക്ർ ആലിമീങ്ങളോട് ചോദിക്കുക. അവരതിൻ്റെ ഹദീസുകളും അതിൻ്റെ ആയാത്തുകളും ഒക്കെ കണ്ട് അതിനെ സംബന്ധിച്ചുള്ള പഠനം നടത്തിയവരാണ്. അതാണ് മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജ്തഹിദും ആ അയിമ്മത്ത് മുജ്തഹിദിൻ്റെ ശേഷം പിന്നീട് ഇവിടെ വന്നതായ മഹാന്മാരാവുന്നതായ മശായിഖന്മാർ. അവർ പറയുന്നത് കേട്ടാൽ മതി, അതിൻ്റെ അപ്പുറം നമ്മൾ പോകേണ്ട ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ എന്ത് വന്നാലും അതിന് ഹദീസുണ്ടോ, സഹിയായ ഹദീസ് എനിക്ക് തിരിയോ, സഹിയായ ഹദീസിൻ്റെ മാന എനിക്ക് തിരിയോ, സഹിയായ ഖുർആനുണ്ടോ, ഖുർആൻ്റെ തഫാസീർ എനിക്ക് തിരിയോ, ഖുർആൻ്റെ വ്യാഖ്യാനങ്ങൾ. ഖുർആൻ എന്നുള്ളത് ഒരിക്കലും ഭാഷാപരമായി അതിനെ പരിഭാഷപ്പെടുത്തേണ്ടതല്ല. ഇന്നാകെ വന്ന തകരാറതാ. ഖുർആനെ നമ്മൾ അതിൻ്റെ ഭാഷാർത്ഥത്തിൽ പരിഭാഷപ്പെടുത്തി. അതുകൊണ്ട് പലരും വായിച്ചു ഖുർആനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞില്ല. ഇങ്ങനെ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരാവുന്ന ഉസ്താദന്മാരൊക്കെ മുമ്പ് പറയുമ്പോൾ നമുക്ക് അവരോട് പുച്ഛം തോന്നിയിരുന്നു. ഇപ്പം പരിഭാഷപ്പെടുത്തി നോക്കുമ്പോൾ എന്താ അപകടമല്ലേ, പല അപകടങ്ങളും സംഭവിച്ചു പോണില്ലേ. പല നിലക്കുള്ളതായ ഭീകരതയും തീവ്രവാദമൊക്കെ ഇസ്ലാമിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ളതായ അതിലേക്കുള്ള ഒരു വഴി കൂടിയായി പരിഭാഷ എന്നുള്ളത്. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് വിശുദ്ധമാവുന്നതായ ഈ ഗ്രന്ഥങ്ങളെ അതിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുക. അതിനെ മനസ്സിലാക്കേണ്ടവരിൽ നിന്ന് മനസ്സിലാക്കുക. അവർ മനസ്സിലാക്കി തന്ന അടിസ്ഥാനത്തിലാവണം, അവർ മനസ്സിലാക്കി തന്ന ഉസൂലുകളുടെ അടിസ്ഥാനത്തിലാവണം നിങ്ങൾക്കുള്ളതായ പ്രവർത്തനം. ഇവിടുന്ന് ഇറങ്ങുന്നതായ സർവ്വ പണ്ഡിതന്മാരോടും ഉണർത്തിക്കൊണ്ട് നിങ്ങളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകരാവണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃസ്ഥാനത്തേക്ക് നിങ്ങൾ വരേണ്ടവരാണ്. ആ നിലക്കുള്ള ഗുണവൊക്കങ്ങളിലുണ്ടാവണം, ആ നിലക്കുള്ള പാണ്ഡിത്യമൊക്കങ്ങളിലുണ്ടാവണം. അതിനുവേണ്ടി നിങ്ങളൊക്കെ ശ്രമിക്കണം എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്